സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ച് KSEB. SMS വഴി മുൻകൂട്ടി അറിയിച്ച ശേഷമായിരിക്കും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ആയിരിക്കും നിയന്ത്രണം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, അപ്രഖ്യാപിത പവർ കട്ടിൽ ജനം വലയുന്ന കാഴ്ച നമ്മൾ വിവിധയിടങ്ങളിൽ കണ്ടു. പക്ഷേ പവർ കട്ടില്ല, ഡ്രിപ്പാണ് സംഭവിക്കുന്നത്. അതിന് വീണ്ടും ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം മാത്രമാണ് വൈദ്യുതി മുടങ്ങുന്നത് എന്ന വിശദീകരണമായിരുന്നു വൈദ്യുതി മന്ത്രി നൽകിയത്. പക്ഷേ ഇപ്പോൾ ഒരു വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. KSEB എന്താണ് അറിയിക്കുന്നത്? ഈ കനത്ത ചൂടിൽ കേരളം ഇരുട്ടിലാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഇപ്പോൾ തന്നെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു ലോഡ് ഷെഡിംഗ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ KSEB അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പോ ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. ഈ കടുത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ആവശ്യം വർദ്ധിച്ചതോടെ ദേശീയ തലത്തിൽ വൈദ്യുതി വാങ്ങുന്നതിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിസന്ധി തുടർന്നാൽ പ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് പോകണം എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായതാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഈ സാധാരണ ആളുകൾ ഈ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തെ തുടർന്ന് KSEB ഓഫീസുകളിലൊക്കെ പ്രശ്നമുണ്ടാക്കുന്നതും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതുമൊക്കെ സംസ്ഥാനത്ത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുൻകൂട്ടി അറിയിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വൈദ്യുതി മുടക്കം SMS ആയി അറിയിക്കാനാണ് തീരുമാനം. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ SMS വരും. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ സമയം വരെ ഇങ്ങനെ മുൻകൂട്ടി അറിയിച്ച ശേഷം വൈദ്യുതി നിയന്ത്രിക്കാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കരുതുന്ന കാര്യം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഞായറാഴ്ച ഇന്നലെ മാത്രം മൊത്തം വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഞായറാഴ്ച ഉപയോഗിച്ചത് 108.99 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. എന്നാൽ ഈ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത അത് കാര്യമായി കൂടിയിട്ടുമുണ്ട്. ഞായറാഴ്ച ഇന്നലത്തെ മാത്രം വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5908 മെഗാവാട്ട് ആണ്. സ്വാഭാവികമായും അതൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമായി തന്നെ KSEB വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി മുൻകൂട്ടി അറിയിച്ച് അല്ലെങ്കിൽ SMS കൂടി ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. KSEB സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. എത്ര സമയമാണ് വൈദ്യുതി മുടങ്ങുക എന്ന കാര്യം SMS ആയി അറിയിക്കും. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി മുടങ്ങും എന്ന വിവരമായിരിക്കും സന്ദേശമായി ലഭിക്കാൻ പോകുന്നത്. കനത്ത ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദനം പോലും പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് KSEB ഇതുപോലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ്, ഇനിയിപ്പോൾ ഈ നിയന്ത്രണം സംബന്ധിച്ച കാര്യങ്ങൾ അത് മണിക്കൂറുകൾ ഈ സമയം ദൈർഘ്യം കൂട്ടാനൊക്കെയുള്ള സാഹചര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല തിരിച്ചായിരിക്കുമോ ഈ നിയന്ത്രണം? അതായത് നഗരപ്രദേശത്ത് കൂടുതൽ സമയം അല്ലെങ്കിൽ കുറച്ച് സമയം, ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ സമയം, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ KSEBയുടെ ഭാഗത്ത്? ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. നമുക്ക് ഷഫീദിലേക്ക് വീണ്ടും വരാം. ഏതായാലും നമ്മുടെ മുന്നിൽ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം വൈദ്യുതി നിയന്ത്രണം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നു എന്നതാണ്. KSEB ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. SMS വഴി നമ്മളെ ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിച്ച ശേഷമായിരിക്കും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതാണ് KSEB അറിയിക്കുന്നത്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, ഇനിയിപ്പോൾ ഈ നിയന്ത്രണത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മാനദണ്ഡമുണ്ടോ? അതായത് നഗരപ്രദേശങ്ങളിൽ കുറച്ച്, ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ടോ KSEB? ഇത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പ്രഖ്യാപിതമായി നടപ്പാക്കിയില്ലെങ്കിൽ കൂടി നഗരപ്രദേശവും ഗ്രാമപ്രദേശവും രണ്ടായി കണ്ടു തന്നെയാണ് KSEB വൈദ്യുതി നിയന്ത്രിക്കുന്നത്. മാത്രവുമല്ല, ട്രാൻസ്ഫോമർ കണക്ടിവിറ്റിയുടെ ശേഷി അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിച്ചുകൊണ്ടുമാണ് ഈ 3 ലൈൻ 2 ലൈൻ എന്ന രീതിയിലൊക്കെ വൈദ്യുതി നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ നിയന്ത്രിച്ചത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് നഗരമേഖലയിൽ കാര്യമായി സമയം എടുക്കുന്നില്ല. അതേസമയം ഗ്രാമമേഖലകളിലേക്ക് പോകുമ്പോൾ, റൂറൽ മേഖലകളിലേക്ക് പോകുമ്പോൾ സമയം കുറച്ച് കൂടിയാണ് വൈദ്യുതി നിയന്ത്രിച്ചത്. പക്ഷേ ഈ അവസ്ഥ മുൻകൂട്ടി പോയാൽ, കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയൊക്കെ നൽകിയെങ്കിൽ കൂടി ഈ അവസ്ഥയിൽ മുൻകൂട്ടി പോയാൽ KSEB മുന്നോട്ട് വെച്ച രീതിയിലുള്ള ഒരു വൈദ്യുതി വാങ്ങലല്ല റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് കാര്യമായിട്ടുള്ള വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. ഡാമിലെ ശേഷിയടക്കമുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ നേരത്തെ തന്നെ വന്നതാണ്. മാത്രമല്ല, ഇന്ന് രാവിലെ നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള വാർത്താ പരമ്പരയിലടക്കം നമ്മൾ കണ്ടതാണ് രാത്രി കാലങ്ങളിൽ ആളുകൾ എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ നേരിടുന്നത് എന്നുള്ളത്. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല, അത് KSEB ഓഫീസിലേക്ക് നേരിട്ട് ആളുകളെത്തി രോഷപ്രകടനത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ അപ്രഖ്യാപിതമായി അല്ലെങ്കിൽ ഒരു സമയം
നിശ്ചയിക്കാതെയുള്ള വൈദ്യുതി നിയന്ത്രണമാണ് ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയത്. ഈ സാഹചര്യത്തെ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ മുൻകൂട്ടി ഉപഭോക്താക്കൾക്ക് മെസ്സേജ് അറിയിച്ചുകൊണ്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ വൈദ്യുതി ഉണ്ടാകില്ല എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിക്കാനുള്ള തീരുമാനം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി നിയന്ത്രണം എന്നതിനപ്പുറത്തേക്ക് പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിൽ ഒരു SMS വരും. ആ SMS-ൽ ആ പ്രദേശത്ത് ഏതൊക്കെ സമയം മുതൽ ഏതൊക്കെ സമയം വരെ വൈദ്യുതി ഉണ്ടാകില്ല എന്നുള്ള കാര്യം അത് അറിയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് മാത്രം വൈദ്യുതി ഈ രീതിയിൽ വൈദ്യുതി നിയന്ത്രിച്ചതുകൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിൽ ഈ വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായും മറികടക്കാൻ കഴിയും എന്നൊരു വിശ്വാസം KCB സംബന്ധിച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ സമാന്തരമായ മറ്റു മാർഗങ്ങൾ കൂടി KCB ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട്. GK ഷഫീദ്, ഈ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നത് യഥാർത്ഥത്തിൽ ഒരു സാങ്കേതിക പദപ്രയോഗം മാത്രമാണല്ലോ. അതായത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവർ അനുഭവിക്കാൻ പോകുന്നത് വൈദ്യുതി നിയന്ത്രണം തന്നെയാണല്ലോ. അതായത് പവർ കട്ടിനോ ലോഡ് ഷെഡിങ്ങിനോ സമാനമായ ഒരു അനുഭവം തന്നെയാണല്ലോ ഉണ്ടാകുന്നത്. കറണ്ട് ഉണ്ടാകില്ല, വീട്ടിലാണെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിലാണെങ്കിലും. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. ഈ KCB ഇനി കൂടുതൽ കർശനമായ നിയന്ത്രണം നടപ്പാക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോവുകയാണോ? പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനം ഇനി 30 ദിവസത്തേക്കുള്ള ജലം മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അതുപോലെ വേനൽ മഴ പ്രതീക്ഷിച്ചത് നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഗുരുതരമായ കൂടുതൽ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള അനുവാദം ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വൈദ്യുതി പ്രതിസന്ധി, അതോടൊപ്പം തന്നെ ബില്ലിൽ തുക കൂടാനുള്ള സാഹചര്യം, ഇതൊക്കെയാണോ നമ്മൾ മുന്നിൽ കാണേണ്ടത്? ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങളും KCBയുടെ ഭാഗത്ത് നിന്ന് GK നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ GK സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ, റെഗുലേറ്ററി കമ്മീഷൻ KCB ആഗ്രഹിച്ചതുപോലെയോ KCB മുന്നോട്ട് വെച്ചതുപോലെയുള്ള ഒരു വൈദ്യുതി വാങ്ങൽ കരാറല്ല സമ്മതിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വൈദ്യുതി ആവശ്യം വർദ്ധിച്ചതോടെ ദേശീയ തലത്തിൽ വൈദ്യുതി വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ലോഡ് ഷെഡിംഗ് എന്ന പദപ്രയോഗം, അങ്ങനെ പദം ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി വൈദ്യുതി നിയന്ത്രണം അത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ KCB തീരുമാനിച്ചു. വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ വൈദ്യുതി ഉപയോഗം അത് രണ്ട് തരത്തിൽ കാണുന്നുണ്ട്. ഒന്നാമത്തേത്, വൈകുന്നേരം സമയത്ത് ഈ AC ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിച്ചൊരു പശ്ചാത്തലത്തിൽ അത് കാര്യമായിട്ടുള്ള പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ഉണ്ടാക്കും. മാത്രമല്ല, സംസ്ഥാനത്ത് അകത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അത് ഡാം ശേഷി അനുസരിച്ചാണ്. പക്ഷേ അവിടെ അടക്കം ഈ വേനൽ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ എത്ര ദിവസമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ KCBയുടെ തലപ്പത്ത് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. കൂടുതൽ വൈദ്യുതി അത് നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ വാങ്ങാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആലോചന അതും നടക്കുന്നുണ്ട്. അത് റെഗുലേറ്ററി കമ്മീഷന്റെ നിലവിലത്തെ നിർദ്ദേശം അനുസരിച്ച് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾക്ക് വകയുണ്ടോ എന്നുള്ള കാര്യം KCB ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഈ ടൈം പീരീഡ് പറഞ്ഞിരിക്കുന്നത് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സമയമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അത് ഏതെങ്കിലും തരത്തിൽ മാറ്റണമോ എന്നൊക്കെയുള്ള ആലോചനയും തലപ്പത്ത് നടക്കുന്നുണ്ട്. GK ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഫലത്തിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച് വൈദ്യുതി നിയന്ത്രണം വരുന്നു. അത് ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ പവർ കട്ടോ അല്ല എന്ന് വൈദ്യുതി മന്ത്രി വിശദീകരിക്കുമ്പോൾ തന്നെ നമുക്ക് വൈദ്യുതി ഇല്ലാതാകുന്ന 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം വരാൻ പോകുന്നു. പക്ഷേ ഇതിലുള്ള ഒരു കാര്യം, നേരത്തെ ഒരു സന്ദേശം KCB നൽകും എന്നത് മാത്രമാണ്. SMS ആയ ആ ഒരു സന്ദേശം നൽകും ഏത് സമയത്തായിരിക്കും വൈദ്യുതി മുടങ്ങാൻ പോകുന്നത് എന്നത്. അത് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാകാം. നഗര ഗ്രാമപ്രദേശങ്ങളെ വെവ്വേറെ കണ്ടായിരിക്കും ഇത് നടപ്പാക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഒക്കെ പരിശോധിച്ച ശേഷം അതൊക്കെ മാനദണ്ഡമാക്കിയായിരിക്കും 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയുള്ള ദൈർഘ്യത്തിൽ ഈ വൈദ്യുതി നിയന്ത്രണം സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും വലിയ പ്രതിസന്ധി നമ്മൾ മുന്നിൽ കാണണം. പ്രത്യേകിച്ച് കനത്ത വേനലാണ്. വേനൽ മഴ പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിട്ടില്ല. ഇടുക്കി അണക്കെട്ടിലൊക്കെ ജലനിരപ്പ് താഴ്ന്നു തന്നെ നിൽക്കുന്നു. 30 ദിവസം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണ് ഇനി അണക്കെട്ടിൽ അവശേഷിക്കുന്നത്. പുറത്തുനിന്ന് വലിയ തുകയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള സർക്കാരിന് അല്ലെങ്കിൽ KCBയുടെ നീക്കങ്ങൾ ആ അർത്ഥത്തിൽ ഫലം കണ്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈദ്യുതി ഉപഭോഗം ഈ ചൂടിൻ്റെ സാഹചര്യത്തിൽ വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാൻ ഇപ്പോൾ KCB തീരുമാനിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇനി പവർ കട്ടോ അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങോ എന്ത് പേരിട്ട് വിളിച്ചാലും വൈദ്യുതി മുടങ്ങും. അത് നേരത്തെ SMS ആയി അറിയിക്കും എന്നത് മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. ഏതായാലും ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ല. അല്പസമയത്തിനകം അതും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണമോ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ KCB സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. SMS വഴി മുൻകൂട്ടി അറിയിച്ച് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതിയിൽ നിയന്ത്രണം ഉണ്ടാകും. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.